ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകലിലും നമ്മുടെ നടുവിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ചൊരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആത്മീയ ആരാധനയ്ക്കായി ആലയത്തിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തദാസനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. ഏറിയ പ്രാർത്ഥനയോട് ഇന്ന് പകൽ തുറന്നുള്ള നിമിഷങ്ങൾ നാം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മോട് സംസാരിപ്പാനുള്ള ദൈവിക ആലോചന കേൾക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ ഏകാഗ്രതയോടെ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് ആ വചനത്തിലേക്ക് പ്രവേശിക്കാം. മുഖവരകളൊന്നും പറയാതെ വേഗത്തിൽ തന്നെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വായിച്ച അനുഗ്രഹീത സങ്കീർത്തനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 139 സങ്കീർത്തനം. ഈ സങ്കീർത്തനം നമ്മൾ പഠിച്ചു വരുമ്പോൾ ദൈവത്തിൻ്റെ 3 വിധ പ്രത്യേകതകൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് മാത്രമുള്ള ചില ഗുണവിശേഷങ്ങൾ. നമുക്കറിയാം, ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങൾ മനുഷ്യരിലേക്ക് പകരാവുന്ന ദൈവിക സ്വഭാവങ്ങളുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ദയ, കരുണ, ഇതൊക്കെ മനുഷ്യരിലേക്ക് പകരപ്പെടാവുന്നതാണ്. എന്നാൽ പകരപ്പെടാൻ കഴിയാത്ത ദൈവത്തിന് മാത്രമുള്ള ചില പ്രത്യേക ഗുണങ്ങളാണ്. 1, ദൈവം സർവജ്ഞാനിയ. 2, ദൈവം സർവവ്യാപിയ. 3, ദൈവം സർവശക്തന. ഈ 3 കാര്യങ്ങളും ഈ സങ്കീർത്തനത്തിൽ ഭക്തൻ എടുത്തു പറയുന്നുണ്ട്. ഞാൻ വേഗത്തിൽ അങ്ങോട്ട് പ്രകാശിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കതിൻ്റെ 2 മുതൽ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. 2, 3, 4 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ സർവജ്ഞാനത്തെ അവിടെ വെളിപ്പെടുത്തുക. ആദ്യത്തെ 3 വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ദൈവം സർവജ്ഞാനിയാണ്, ദൈവം ഓംനിസെൻറ്റ്, ദൈവത്തിൻ്റെ സർവജ്ഞാനം. കാരണം അവിടെ പറഞ്ഞു വരുമ്പോൾ ഞാനതൊന്നും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു വിഷയത്തിലേക്കാണ് കടക്കാൻ ആഗ്രഹിക്കുന്നത്. ആമുഖമായിട്ടൊന്ന് പറഞ്ഞു പോവുകയാണ്. അവിടെ 4-ാം വാക്യത്തിൽ നീ മുഴുവനും അറിയാതെ ഒരു വാക്കും. ഞാൻ എന്തോ പറഞ്ഞാലും ആർക്കറിയാം? ദൈവത്തിനറിയാം. എൻ്റെ നടപ്പ്, എൻ്റെ കിടപ്പ്, പിന്നെ എൻ്റെ വഴികൾ, എൻ്റെ നിരൂപണം, ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾ പിന്നീട് ഒന്ന് വായിച്ചു നോക്കണം. ഞാൻ ആരോടും പറഞ്ഞില്ല എൻ്റെ മനസ്സിലെ ചിന്ത, അതാർക്കറിയാം? ദൈവത്തിനറിയാം. ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലെന്ന് ആരുടെ മുമ്പിലും എനിക്ക് പറയാം. പക്ഷേ ആർക്കറിയാം ഇത്? വായിച്ച് അവസാനിപ്പിച്ച വാക്യത്തിൽ ഇതെല്ലാം ഒത്തിരി വിശദീകരിക്കേണ്ടതാണ്. തൽക്കാലം ഞാൻ ആ ഭാഗത്തേക്ക് ഇറങ്ങുന്നില്ല. അവിടെ വായിച്ചതാണ്, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും. നമ്മുടെ നാവിലൂടെ പുറത്തു വരുന്ന ഓരോ വാക്കും ആർക്കറിയാം? ദൈവം സർവജ്ഞാനിയാണ്. ദൈവം അനുവദിച്ചാൽ പിന്നീട് ആ ഭാഗത്ത് ഞാൻ ഏതെങ്കിലും സമയത്ത് വിശദീകരിക്കാം. 7 മുതൽ 1-2 വാക്യങ്ങളോട് 1-2 വാക്യങ്ങളൊന്ന് വായിച്ചോളൂ. അവിടെ നമ്മൾ കാണുന്നത് ദൈവം സർവ്വവ്യാപിയാണ്, ഒമ്നി പ്രസൻറ്റ്. ദൈവമില്ലാത്ത സ്ഥലമില്ല. നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? ഞാൻ സ്വർഗത്തിൽ ചെന്ന കർത്താവേ നീ അവിടെ ഉണ്ട്, അത് ഉറപ്പാ. അടുത്ത എന്നാൽ പാതാളത്തിൽ പോയി അങ്ങ് പമ്മി ഇരുന്നേക്കാമെന്ന് കണ്ടപ്പം ദൈവം പറയാം, ഞാൻ അവിടെയും ഉണ്ട്. ഞാൻ 2 ചിറക് ഫിറ്റ് ചെയ്ത് പറന്ന് സമുദ്രത്തിൻ്റെ അറ്റത്ത് പോയി പാർത്താൽ കർത്താവ് പറയുകയാണ് അവിടെയും. അപ്പം ദൈവം സർവ്വവ്യാപിയാണ്. ദൈവത്തെ ഒളിച്ച് എനിക്ക് അങ്ങോട്ടും ഓടാൻ കഴിയത്തില്ല. അടുത്ത ഭാഗം കൂടെ പറഞ്ഞാൽ ആ ഭാഗം വിടാൻ ആഗ്രഹിക്കുന്നു. 13 മുതലുള്ള വാക്യം കൂടെ വായിച്ചോളൂ. അവിടെ പറയുകയാണ്, ഭയങ്കരവും അതിശയകരമായി എന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സർവ്വശക്തി അവിടെ വെളിപ്പെടുത്തുന്നത്. അതായിട്ടുള്ള വാക്യങ്ങളൊക്കെ വായിച്ചാൽ കാണാൻ കഴിയുന്നുണ്ട്. ദൈവം, ഞാൻ പറഞ്ഞല്ലോ, സർവജ്ഞാനി, സർവ്വവ്യാപി, സർവശക്തൻ. ഈ ദൈവത്തിൻ്റെ ഈ ഗുണങ്ങൾ ഈ സങ്കീർത്തനത്തിൽ വിശദീകരിക്കുന്നു. ദൈവം അനുവദിച്ചാൽ പിന്നീട് ഏതെങ്കിലും സമയത്ത് ഇത് ഓരോന്നായിട്ട് ഞാൻ വിശദീകരിക്കാം. ഇന്ന് മറ്റൊരു ചിന്തയിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത്. ഈ സർവജ്ഞാനിയായ, സർവ്വവ്യാപിയായ, സർവശക്തനായ ഒരു ദൈവമാണ് എനിക്കുള്ളത്. ആ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ആ ദൈവത്തിൻ്റെ വകയാണ് ഞാൻ.
ഈ ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്. എന്നാൽ സങ്കീർത്തനക്കാരൻ ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന 2 വാക്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ആ ഭാഗത്തേക്കാണ് കടന്നു വരുന്നത്. 23, 24 വാക്യങ്ങൾ വായിച്ചോളൂ. അടുത്തത് 24 വാക്യത്തിൽ ഭക്തൻ പറയുന്നൊരു പ്രത്യേക പദം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തെ വ്യസനിപ്പിക്കാനുള്ളത് വല്ലോ എന്നിലുണ്ടോ? ദൈവം ആരാ? സർവജ്ഞാനി, സർവവ്യാപി, സർവശക്തൻ. സർവജ്ഞാനിയും സർവവ്യാപിയും സർവശക്തനുമായിരിക്കുന്ന ദൈവത്തെ വ്യസനിപ്പിക്കാൻ എന്നെക്കൊണ്ട് കഴിയും. വളരെ ഗൗരവത്തോടെ ആ ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുക. ദൈവം സർവശക്തനാണെങ്കിലും സർവശക്തനെ വേദനിപ്പിക്കാൻ എന്നെക്കൊണ്ട് കഴിയും. ഭക്തൻ പറയുന്നത്, കർത്താവേ, അങ്ങേ വേദനിപ്പിക്കുന്നത്, അങ്ങേ ദുഃഖിപ്പിക്കുന്നത്, അങ്ങേ ഭാരപ്പെടുത്തുന്നത് എന്തെങ്കിലും എന്നിലുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കതൊന്ന് വെളിപ്പെടുത്തിത്താ. ഇനിയും ദാവീദിൻ്റെ സങ്കീർത്തനമാണെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്കൊന്നും ഇറങ്ങുന്നില്ല. ദൈവത്തെ വേദനിപ്പിക്കാൻ ഉള്ളതൊക്കെ നമ്മളില്ലേ? ദൈവം വെളിപ്പെടുത്തണമെന്നില്ലല്ലോ. വെളിപ്പെടുത്താതെ തന്നെ നമുക്കറിയത്തില്ല ദൈവത്തെ വേദനിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ നമ്മളിലുണ്ട്. ഈ 3 ചിന്തകൾ ഒന്ന് ചേർത്ത് വെച്ചാൽ മതി. ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിൽ ദൈവം സകലതും കാണുന്നു, അറിയുന്നു. ദൈവത്തിൻ്റെ സർവ്വവ്യാപിത്വത്തിൽ, സർവ്വസാന്നിധ്യത്തിൽ ഞാൻ കടന്നു പോകുന്നിടത്തെല്ലാം എൻ്റെ കർത്താവ് എന്നോട് കൂടെ ഉണ്ട്. ദൈവത്തിൻ്റെ സർവ്വശക്തിയിൽ എന്നെ ഒറ്റ സെക്കൻഡ് കൊണ്ട് ദൈവത്തിന് ഈ ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്യാം. പക്ഷെങ്കിൽ എന്നെ വീണ്ടും ഐസോടെ നിർത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ ശത്രുവിൻ്റെ കരങ്ങളിൽ പെടാതെ എന്നെ സൂക്ഷിച്ച് നിർത്തിയിരിക്കുന്ന ഈ ദൈവത്തെ വേദനിപ്പിക്കുന്നത് വല്ലതും എന്നിലുണ്ടോ? ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. കർത്താവെ, അങ്ങേ വേദനിപ്പിക്കുന്നത് വല്ലതും എന്നിലുണ്ടോ? ദൈവത്തെ വേദനിപ്പിച്ച 1-2 സംഭവങ്ങൾ മാത്രം ഞാൻ വേഗത്തിലൊന്ന് എടുത്ത് കാണിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നോടിയെത്താമോ? ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളൊന്ന് വായിച്ചാട്ട് ദൈവത്തിന് ദുഃഖമായ വ്യസനം വന്നതായ ഒരു സംഭവം അവിടെ എഴുതി പഠിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അടുത്തത് താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കൊണ്ട് യഹോവ അനുതപിച്ചു. മറ്റു ഭാഷകളിൽ ട്രാൻസ്ലേഷനൊക്കെ കൊടുത്തിരിക്കുന്നത് ദൈവത്തിന് വ്യസനമായി. ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. 6-ാം അധ്യായം പ്രാരംഭം വായിച്ചു വരുമ്പോൾ നമുക്ക് ആ ചരിത്രം അറിയാവുന്നത് ഞാൻ വിശദീകരിക്കുന്നില്ല. നോഹയുടെ കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ കാലഘട്ടത്തിലെ ജനത്തിൻ്റെ മനോഭാവങ്ങൾ, ഹൃദയ നിരൂപണങ്ങളുടെ വിചാരങ്ങൾ എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്ന് കണ്ട ദൈവം പറയുകയാണ്, മനുഷ്യനെ ഉണ്ടാക്കിയത് നിമിത്തം ദൈവത്തിന് ഇപ്പം എന്തുണ്ടായി? വ്യസനം. ദൈവത്തെ വ്യസനിപ്പിക്കുന്നത് ആ കാലഘട്ടത്തിലെ മനുഷ്യൻ ചെയ്യാൻ തുടങ്ങി. നമുക്കറിയാം, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് മനുഷ്യൻ. സകലതും ദൈവത്തിൻ്റെ സൃഷ്ടി. ഈ ഭൂമിയിൽ കാണുന്ന സകല ജീവജാലങ്ങളും, മൃഗജാലങ്ങൾ, സസ്യവൃക്ഷാദികൾ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ, മത്സ്യങ്ങൾ, അല്ലെങ്കിൽ കടലിനടിയിലുള്ളത്, ഇത് മുഴുവൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. എന്നാൽ മനുഷ്യനെ മാത്രമാണ് ദൈവം തൻ്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചെടുത്തത്. ഈ മനുഷ്യൻ ദൈവത്തെ വ്യസനിപ്പിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല, സഹിക്കാൻ പറ്റുന്നില്ല. അതാണ് അവിടെ പറയുന്നത്, മനുഷ്യനെ ഉണ്ടാക്ക നിമിത്തം അവൻ വ്യസനിച്ചു. ഞാൻ ആ ഭാഗം അങ്ങനെ ഒന്ന് പരാമർശം ചെയ്ത് പറയുകയാണ്. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയ നിമിത്തം ദൈവം വ്യസനിച്ചു. ഒരു വിശദീകരിക്കുന്നില്ല. ശൗമേലിന്റെ പുസ്തകത്തിലേക്ക് ഒരു വാക്കുകൂടെ ഞാനൊന്ന് ഓർപ്പിക്കാം. 1 ശൗമേൽ 15-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചോളൂ. മതി, അവിടെയും വായിച്ച വാക്യം ശ്രദ്ധിച്ചല്ലോ. യഹോവയും ശൗലിനെ ഇസ്രായേലിന് രാജാവാക്കിയത് നിമിത്തം വ്യസനിച്ചു. അപ്പം ദൈവത്തിന് വ്യസനം വന്ന 2 കാര്യങ്ങൾ, ഒത്തിരി ചരിത്രങ്ങളുണ്ട്. ഈ 2 കാര്യത്തിലൂടെ ഏകദേശം ആശയം മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. മനുഷ്യനെ ഉണ്ടാക്കിയത് നിമിത്തം ദൈവത്തിന് വ്യസനമുണ്ടായി. 2, ഒരു മനുഷ്യനെ രാജാവാക്കിയത് നിമിത്തവും ദൈവത്തിന് വ്യസനമുണ്ടായി.
ദൈവത്തെ ദുഃഖിപ്പിച്ചു. രാജാവ് ദൈവത്തെ ദുഃഖിപ്പിച്ചു. പത്രോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങളോ അന്ധകാരത്ത് നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു വേർതിരിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമാ. അങ്ങനെയെങ്കിൽ നാം ഓരോരുത്തരും ആരാ? രാജാക്കന്മാരാ. ഈ രാജാവ് ആരെ ദുഃഖിപ്പിക്കരുത്? കൂടുണ്ടോ? ദൈവത്തെ വ്യസനിപ്പിക്കരുത്. രാജാവിൻ്റെ ചില പ്രവൃത്തി ദൈവത്തിന് വ്യസന കാരണമാകാൻ സാധ്യതയുണ്ട്. മനുഷ്യന്റെ പ്രവർത്തികൾ ദൈവത്തിന് വ്യസന കാരണമാകും. ഒന്നുകൂടെ കടന്ന് പറഞ്ഞോട്ട്, രാജാവാക്കിയത് എങ്ങനെ? എന്നെ രാജാവാക്കിയത് എങ്ങനെ? എന്നെ രാജകീയ പുരോഹിത വർഗമാക്കിയത് എങ്ങനെ? എന്നെ തെരഞ്ഞെടുത്തത് തൻ്റെ അവസാനത്തുള്ള രക്തം വരെയും കാൽവറിയിൽ ഊറ്റിത്തന്ന് എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു കർത്താവ് പരമബലിയായി അല്ലെങ്കിൽ യാഗമായി മാറിയപ്പോൾ ആ യാഗത്തിലൂടെ എന്നെ രാജാവാക്കി. എന്നെ രാജാവാക്കിയതോർത്ത് എൻ്റെ ദൈവം ദുഃഖിക്കാൻ ഇടവരരുത്. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ, എന്നെ രാജാവാക്കിയതിൻ്റെ പേരിൽ എൻ്റെ ദൈവം വ്യസനിക്കാൻ ഇടവരരുത്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്, വ്യസനത്തിനുള്ള മാർഗം വല്ലതും എന്നിലുണ്ടോ? കർത്താവേ, എന്നെ സൃഷ്ടിച്ചു അങ്ങയുടെ കൈക്കൊണ്ട്, അങ്ങയുടെ സ്വരൂപത്തിൽ, അങ്ങയുടെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ അങ്ങയെ വ്യസനിപ്പിക്കുന്നുണ്ടോ? അടുത്ത പടിയോടെ കയറി പറഞ്ഞോട്ട്, ദൈവത്തിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്ക പ്രാപിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ദൈവത്തെ വ്യസനിപ്പിക്കുന്നുണ്ടോ? കർത്താവിന് ഏറ്റവും വ്യസനം തൻ്റെ മക്കൾ തന്നെ വ്യസനിപ്പിക്കുമ്പോഴാണ്. മൃഗജാലങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, സസ്യജാലങ്ങൾ, എന്തുമാകട്ടെ, ദൈവത്തിൻ്റെ സൃഷ്ടികൾ എന്തും ദൈവത്തെ വ്യസനിപ്പിച്ചാലും ഏറ്റവും അധികം ദൈവം വ്യസനിക്കുന്നത് മക്കൾ ദൈവത്തെ വ്യസനിപ്പിക്കുമ്പോഴാണ്. ഒരു ചെറിയ സംഭവം പറയുമ്പോൾ പെട്ടെന്ന് ആശയം മനസ്സിലാകും. ഒരിക്കൽ ഒരമ്മച്ചി താൻ എന്തോ ജോലിക്ക് പോയി, ഈ തൊഴിലുറപ്പ് എന്ന് പറഞ്ഞ പോലുള്ള ജോലിക്കൊക്കെ പോയപ്പം ആ ഗ്രൂപ്പ് അവരുമായിട്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ടായി. അതിലൊരു ഗ്രൂപ്പ് വന്ന് ഈ അമ്മച്ചിയെ കണ്ടമാനം അങ്ങ് ചീത്ത വിളിച്ചു. സഹികെട്ട അമ്മച്ചി വീടിന് ചുറ്റും ഓടുക, പുറകെ നടന്ന് ചീത്ത വിളിച്ചു. ആകെ പ്രശ്നമായി. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞ് അമ്മച്ചിയും മോനുമായിട്ട് എന്തോ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായി. അമ്മച്ചിയുടെ മോനും അമ്മച്ചിയെ ചീത്ത വിളിച്ചു. നെഞ്ചത്തടിച്ച് കരച്ചിലങ്ങ് തുടങ്ങി. അപ്പം മരുമോള് വന്നേച്ച് പറഞ്ഞു, അമ്മച്ചി, കഴിഞ്ഞ ആഴ്ച ഇന്നാര് വന്ന് പെരയ്ക്ക് ചുറ്റും ഓടിച്ചിട്ട് ചീത്ത വിളിച്ചിട്ട് അമ്മച്ചി കരഞ്ഞില്ലല്ലോ. ചേട്ടൻ ഒരു വാക്കല്ലേ പറഞ്ഞുള്ളൂ, അതിൻ്റെ പേരിലാണോ അമ്മച്ചി ഇത്രയും കരയുന്നത്? ഈ അമ്മയുടെ മറുപടി, വല്ലവരും പറഞ്ഞാൽ ഞാനങ്ങ് സഹിക്കും. ഞാൻ പെറ്റു വളർത്തി കൊണ്ടെത്തിച്ച എൻ്റെ മോൻ പറഞ്ഞാൽ എനിക്ക് സഹിക്കാനൊക്കത്തില്ല. ആശയം മനസ്സിലായെന്ന് കരുതുന്നു. ആരുടെ പ്രവൃത്തിയാണ് ദൈവത്തെ വ്യസനിപ്പിക്കുന്നത്? ദൈവത്തെ അറിയാത്തവൻ്റെ അല്ല. ആരുടെ പ്രവൃത്തിയാണ് ദൈവത്തെ വ്യസനിപ്പിക്കുന്നത്? പറഞ്ഞു, തൻ്റെ മക്കളുടെ പ്രവൃത്തിയാണ്. ദൈവത്തിന് വ്യസനമുണ്ടാകുന്നത് മക്കളുടെ പ്രവൃത്തിയില്ല. അങ്ങനെയെങ്കിൽ മക്കളാണല്ലോ നമ്മളൊന്നും ചോദന ചെയ്താട്ടെ, കർത്താവേ, അങ്ങേക്ക് വ്യസനം ഉണ്ടാകുന്ന വല്ലോ? ഞാൻ വീട്ടിൽ പറയുന്നു, ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതൊക്കെ സ്വാഭാവികമാ, അവരുടെ സ്വഭാവമാ, അവരുടെ പ്രകൃതമാ, അത് ലോകത്തിൻ്റെ വിധമാ. അവർ ദൈവത്തെ പറയുന്ന ഒന്നും ദൈവത്തിന് വ്യസനമാകത്തില്ല. പക്ഷെങ്കിൽ തൻ്റെ മക്കൾ ദൈവത്തിനെതിരെ സംസാരിക്കുന്നത് ദൈവത്തിന് വ്യസനമായി മാറും. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? കർത്താവേ, അങ്ങേ വ്യസനിപ്പിക്കുന്നതൊന്നും എന്നിലുണ്ടാകാൻ ഇടവരരുത്. ആ വാക്യത്തിൽ ഭക്തൻ പറയുന്ന വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കണം. 23 വായിക്കാമോ? ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ ഒന്നറിയണം. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവ്, എൻ്റെ മനസ്സിൻ്റെ ഭാവങ്ങളെ ഒന്ന് കർത്താവെ അറിയണം. എൻ്റെ മനസ്സിൻ്റെ കോണിൽ എവിടെയെങ്കിലും അങ്ങയെ വ്യസനിപ്പിക്കുന്നത് എന്തെങ്കിലും എന്നിലുണ്ടെങ്കിൽ കർത്താവെ എനിക്കൊന്ന് ബോധ്യമാക്കി തരണമേ. കാരണം ദൈവം, ഞാൻ വീണ്ടും പറയുന്നു, സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപിയായ ദൈവത്തെ വ്യസനിപ്പിക്കാൻ വെറും പൊടിയായ നിസാരനായ തൻ്റെ മക്കൾക്ക് കഴിയും. എന്നാൽ മക്കൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവേ, അങ്ങയെ വ്യസനിപ്പിക്കുന്നത് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ കർത്താവേ? ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ നിന്ന് വചനം കേൾക്കേണ്ടതുകൊണ്ട് ദീർഘമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. വേഗത്തിൽ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ദൈവത്തെ വ്യസനിപ്പിച്ച വല്ല കുഴപ്പമുണ്ടോ?
നമ്മുടെയൊക്കെ ധാരണ എന്താ? ദൈവം മഹാദയാലുവാണ്, സ്നേഹിക്കുന്ന ദൈവമാണ്, ക്ഷമിക്കുന്ന ദൈവമാണ്. വ്യസനിപ്പിച്ചാലൊന്നും സാരമില്ലെന്നേ. ഓരോ പ്രാർത്ഥനയൊക്കെ 2 കൈയടിയൊക്കെ കൈ അടിച്ച് കഴിയുമ്പോഴത്തേക്കും 2 അന്യഭാഷയൊക്കെ പറയുമ്പോഴത്തേക്കും ദൈവം ഓർക്കും, ആ കൊള്ളാം, അവൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും യോഗത്തിന് വന്നേച്ച് എന്തോ ചെയ്തു? കൈയടിച്ചു, 2 സ്തോത്രമൊക്കെ പറഞ്ഞു. ദൈവത്തെ വ്യസനിപ്പിച്ചാൽ അതുകൊണ്ട് തീരുമോ? ദൈവത്തെ വ്യസനിപ്പിച്ചാൽ, വാക്യത്തിൽ കൂടെ തന്നെ നമുക്ക് വരാം. ദൈവത്തെ വ്യസനിപ്പിച്ചാലുള്ള പ്രശ്നം എന്നാ? യെശയ്യാപ്രവചനത്തിലേക്ക് വന്നാട്ടെ. യെശയ്യാപ്രവചനം 63-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളൊന്ന് വായിച്ചോളൂ. അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു. മതി, ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അവിടെ വായിച്ചതിങ്ങനെയാണ്, അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു. നമ്മുടെ കഷ്ടതയിൽ നമ്മോടൊപ്പം കഷ്ടപ്പെട്ടത് ദൈവമാണ്. ലോകത്ത് പലരും സഹായിക്കാനൊക്കെ വന്നെന്നിരിക്കും, എന്നാൽ ആത്യന്തികമായി എൻ്റെ പ്രശ്നത്തിന് നടുവിൽ എന്നോട് കൂടെ കഷ്ടപ്പെട്ടത് എൻ്റെ ദൈവം. തീർന്നില്ല, വായിച്ചോളൂ. അവൻ്റെ സന്മുഖദൂതൻ അവരെ രക്ഷിച്ചു. സ്നേഹത്തോട് കനിവോട് എന്നെ വീണ്ടെടുത്തത് എൻ്റെ ദൈവമാണ്. അതിന് മറ്റൊരു ട്രാൻസ്ലേഷൻ ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്, നടക്കാൻ വയ്യാത്ത കാലത്തൊക്കെ എന്നെ ചുമന്നുകൊണ്ട് കടന്നതാരാ? ദൈവമാണ്. ഇന്നല്ലേ കാലമൊന്നും നിൽക്കാൻ പറ്റിയത്? നമ്മൾ ഓർക്കണം, നമ്മുടെ ഇല്ലായ്മകളിൽ അല്ലെങ്കിൽ വേദനകളിൽ, ശാരീരിക, ഭൗതിക, മാനസിക ഏതൊക്കെ മേഖലകളിലാണോ ഞാൻ ക്ഷീണിതനായിരുന്നപ്പോഴൊക്കെ എന്നെ താങ്ങിക്കൊണ്ട് നടന്നതാരാ? എൻ്റെ കർത്താവാ. എൻ്റെ പുരാതന കാലങ്ങളിൽ എന്നെ താങ്ങി നടത്തിയത് എൻ്റെ ദൈവമാണ്. വായിച്ചോ. അവർ മത്സരിച്ച്, മതി, ആ ഭാഗം ശ്രദ്ധിച്ചല്ലോ. എൻ്റെ ഒന്നുമില്ലായ്മയിൽ അഥവാ എൻ്റെ കഷ്ടതയുടെ നടുവിൽ, എൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങളിൽ എന്നോട് കൂടെ നടന്ന് എന്നെ സഹായിച്ച് എന്നെ വീണ്ടെടുത്ത് എന്നെ താങ്ങി നടത്തിയ ദൈവത്തോട് കാലൂന്നി നിൽക്കാൻ എനിക്ക് പറ്റിയപ്പോൾ, ഞാൻ എന്തൊക്കെയോ ആയെന്ന് തോന്നിയപ്പോൾ ഞാൻ എന്തോ ചെയ്യുക? ദൈവത്തിൻ്റെ അവിടെ ആ വാക്യം ഒന്നുകൂടെ വായിക്കാം, ആ ഭാഗം മാത്രം. എന്നാൽ അവർ മത്സരിച്ച്, ഇത് ദൈവത്തിന് ഭയങ്കര വിഷമമാണ്. ഞാനിപ്പോൾ ആളായി. ഒരു കാലത്ത് എനിക്ക് ദൈവം വേണമായിരുന്നു, ദൈവം ഉണ്ടെങ്കിലേ എനിക്ക് വല്ലതും പറ്റത്തുള്ളായിരുന്നു. ഇന്നിപ്പം എനിക്ക് ദൈവം ഇല്ലേലും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ കാലൂന്ന് നിൽക്കുന്നു, ഞാൻ എന്തൊക്കെയോ ആയെന്ന് തോന്നുമ്പോൾ എൻ്റെ പ്രവൃത്തി കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, വേദനിപ്പിക്കരുത്, വ്യസനിപ്പിക്കരുത്. അവിടെ എഴുതിയിരിക്കുന്നതാണ്, അവർ മത്സരിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. അങ്ങനെയെങ്കിൽ ഞാൻ വീണ്ടും ആ ചിന്തയിലേക്ക് വരുന്നു, ദൈവത്തെ വ്യസനിപ്പിക്കാൻ മനുഷ്യന് കഴിയും. ഇനിയും റിസൾട്ട് അടുത്ത വാക്യം വായിച്ചു. അതുകൊണ്ട്, ഏതുകൊണ്ട്? ദുഃഖിപ്പിച്ചത് കൊണ്ട്, ദൈവത്തെ വ്യസനിപ്പിച്ചത് കൊണ്ട്, വ്യസനത്തിനുള്ള കാരണം എന്നിൽ വന്നതുകൊണ്ട്, അതുകൊണ്ട് അവൻ അവർക്ക്, ആരാ ശത്രുവായത്? ദൈവം ശത്രുവായി. എൻ്റെ കൂടെ നിന്ന ദൈവം, എന്നെ സഹായിച്ച ദൈവം, എൻ്റെ കഷ്ടതയിൽ കൂടെ ഇരുന്ന ദൈവം, എന്നെ ചുമന്നുകൊണ്ട് നടന്ന ദൈവം ഇപ്പോൾ എൻ്റെ ശത്രുവായി മാറി. കാരണക്കാരനാര്? ഞാൻ തന്നെ. ദൈവത്തെ വ്യസനിപ്പിച്ചത് നിമിത്തമായിട്ട് ദൈവം എൻ്റെ ശത്രുവായി തീർന്നില്ല. താൻ തന്നെ അവരോട്. ദൈവത്തെ വ്യസനിപ്പിച്ചാൽ ദൈവം ശത്രുവാകും, തീർന്നില്ല. അടുത്ത എന്തുവാ? ദൈവം എനിക്കെതിരെ യുദ്ധം ചെയ്യും. ഞാൻ ആരെ വിളിക്കും? ശത്രു എനിക്കെതിരെ യുദ്ധം ചെയ്താൽ എനിക്ക് വിളിക്കാൻ ആരുണ്ട്? ദൈവമുണ്ട്. ദൈവം എനിക്കെതിരെ യുദ്ധം ചെയ്താലോ? മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തെ വ്യസനിപ്പിച്ചാൽ ദൈവം തന്നെ എനിക്കെതിരാകും. ദൈവം എനിക്കെതിരാണെങ്കിൽ പിന്നെ ലോകത്ത് ആരുമില്ല. അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിലൊരു പദം പറയുന്നുണ്ട്, 8:32 തോന്നുന്നു. എടുത്താട്ടെ, റോമാലേഖനം എടുത്തേ, 8-ാം അധ്യായം 32-ാം വാക്യം ഒന്ന് വായിച്ചു. എടുത്തേ, 32 വായിച്ചു നോക്ക്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ?
എന്നാൽ ഞാൻ ആ വാക്യത്തെ ഒന്ന് തിരിച്ചൊന്ന് പറഞ്ഞോട്ടെ. അവിടെ വായിച്ച അങ്ങനെ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ, തിരിച്ചു പറയാം, ദൈവം നമുക്ക് പ്രതികൂലമെങ്കിൽ അനുകൂലമാരാ? ദൈവം പ്രതികൂലമാകുമോ? ആയെന്നല്ലേ ഇവിടെ വായിച്ചത് നമ്മൾ. അവൻ തന്നെ ശത്രുവായി അവർക്കെതിരെ യുദ്ധം ചെയ്തു. അങ്ങനെയെങ്കിൽ ദൈവം പ്രതികൂലമാകുമോ? അപ്പോസ്തലൻ പൗലോസ് അവിടെ പറയുന്നുണ്ട്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ദൈവം അനുകൂലമാണെങ്കിൽ ലോകത്തൊരു ശക്തിക്ക് നമുക്ക് പ്രതികൂലമായി നിൽക്കാൻ കഴിയത്തില്ല. അതേത് ശക്തി ആയിക്കൊള്ളട്ടെ, അതിനേക്കാൾ വലിയവനാണ് എൻ്റെ ദൈവം എന്നതുകൊണ്ട് എനിക്കെതിരെ ആരൊക്കെ പ്രതികൂലമായാലും ദൈവം അനുകൂലമാണെങ്കിൽ എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്നാൽ ദൈവം പ്രതികൂലമായാലോ, താൻ തന്നെ അവർക്കെതിരെ യുദ്ധം ചെയ്യുക. ഇന്ന് പകൽ നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം, കർത്താവേ, ദൈവത്തെ എനിക്ക് ശത്രുവാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ദൈവത്തെ വ്യസനിപ്പിച്ചാൽ മതി. ലോകത്താരെനിക്കെതിരെ നിന്നാലും എൻ്റെ ദൈവം എനിക്കെതിരാകരുത്. ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ, ദൈവത്തെ വ്യസനിപ്പിച്ചാൽ ദൈവം എനിക്കെതിരായി മാറും. ദൈവം എനിക്കെതിരായി മാറിയാൽ ലോകത്തൊരു ശക്തിക്കും എന്നെ സഹായിക്കാൻ കഴിയത്തില്ല. ലോകം മുഴുവൻ എൻ്റെ കൂടെ നിന്നാലും എനിക്ക് അവിടെ നിൽക്കാൻ കഴിയത്തില്ല. കാരണം ദൈവം സർവശക്തനാണ്. യെസ്, ഹല്ലേലൂയ. ഇന്ന് പകൽ നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ, കർത്താവേ, സർവശക്തൻ എനിക്കെതിരാകരുത്, സർവശക്തൻ എനിക്കെതിരെ യുദ്ധം ചെയ്യരുത്, സർവശക്തനെ വ്യസനിപ്പിക്കുന്നത് ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. കർത്താവേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശോധന ചെയ്ത് അതിനെ നീക്കാനുള്ള കൃപ തരണമേ. ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ വ്യസനത്തിനുള്ളത് എൻ്റെ കർത്താവ് കണ്ടുപിടിച്ചോളൂ. നമുക്ക് ദൈവത്തോട് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം, കർത്താവേ, വ്യസനത്തിനുള്ളത്, അങ്ങേ വ്യസനിപ്പിക്കുന്നത് വല്ലതും എന്നിൽ ഉണ്ടെങ്കിൽ ഉണ്ട്, നമ്മളങ്ങ് സമ്മതിച്ചാൽ മതി. അതേതാണെന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട്, കർത്താവെ, അങ്ങേ എൻ്റെ മിത്രമാക്കി നിർത്താൻ എന്നെ സഹായിക്കണമേ. രണ്ടാമതൊരു ചിന്തയോടെ പറഞ്ഞ് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. എന്താണ് ഈ വ്യസനത്തിനുള്ള മാർഗം? ഒന്ന്, ഞാൻ പറഞ്ഞു, ദൈവത്തെ വ്യസനിപ്പിക്കാനുള്ള എന്തെങ്കിലും നമ്മളിലുണ്ടെങ്കിൽ. രണ്ടാമത്തെ ചിന്ത പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കാം, ചുരുക്കം വാക്കുകൾ പറയാം. എന്താ ലോകത്തിൽ ഈ ഭൂമി നമ്മളായിരിക്കുമ്പോൾ വ്യസനത്തിലുള്ള മാർഗം എന്തോ? നല്ലൊരു വീടിന് വേണ്ടി ആഗ്രഹിച്ചു, വീട് കിട്ടിയില്ല, അതാണ് വ്യസനത്തിനുള്ള മാർഗം. അത് മാനുഷികമായ വ്യസനത്തിനുള്ള മാർഗമാണ്. ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തു, ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു, ഫെയിലായി, ആണേ പറയാം, വ്യസനമായിപ്പോയി, ഭയങ്കര സങ്കടമായിപ്പോയി, ഭയങ്കര പ്രതീക്ഷയായിരുന്നു. പരീക്ഷ എഴുതി, ജയിക്കുമെന്ന് ഓർത്തു, ഒറ്റ മാർക്കിന് ഭയങ്കര സങ്കടമായിപ്പോയി. ഇതൊക്കെ വ്യസനമാണ്. ഞാൻ ചോദിച്ചാൽ, ഇതിനൊക്കെ നിങ്ങൾക്ക് വീണ്ടും ചാൻസ് ഉണ്ട്. ഒരു ഇൻ്റർവ്യൂവിന് പരാജയപ്പെടുത്ത അടുത്ത ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാമല്ലോ. ഒരു പരീക്ഷ തോറ്റു, വീണ്ടും പരീക്ഷ എഴുതാമല്ലോ. ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചു, നടന്നില്ല, നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷമെങ്കിലും അതിനുവേണ്ടി ചെയ്യാമല്ലോ. അവസരങ്ങളില്ലേ? എന്നാൽ വ്യസനത്തിലുള്ള മാർഗം ഞാൻ ഒറ്റ വാക്കി പറഞ്ഞോട്ടെ, നിത്യതയിൽ പോകാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഒറ്റ ചാൻസേ ഉള്ളൂ. കർത്താവിൻ്റെ വരവ് എപ്പോഴാണ് നമുക്കറിയത്തില്ല, കാഹളം എപ്പോൾ മുഴങ്ങും നമുക്കറിയത്തില്ല, എൻ്റെ മരണം എപ്പോഴെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ രണ്ട് സംഭവിക്കുമ്പോഴും ഞാൻ ഒരുക്കത്തോടല്ലെങ്കിൽ ഞാൻ കൈവിടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഇതായിരിക്കണം ഏറ്റവും വലിയ വ്യസനം. കർത്താവേ, ദൈവരാജ്യത്തിൽ കടക്കാൻ തടസ്സമായി എൻ്റെ ജീവിതത്തിൽ വ്യസനത്തിനുള്ളത്, നിത്യതയിൽ പോകാൻ തടസ്സമായി എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ബോധ്യപ്പെടുത്തണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ ഉറപ്പിച്ചോട്ടെ, നമുക്കറിയാമല്ലോ, ഈ ലോങ് ജേർണിയൊക്കെ യാത്ര പോകുന്നതിന് മുമ്പ് നോർമൽ നിങ്ങളുടെ വണ്ടിയുടെ കണ്ടീഷൻ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ട് പരിശോധിക്കുന്നതൊക്കെ നല്ലതാണ്. നമുക്കറിയാമല്ലോ, അങ്ങനെ ദീർഘദൂര യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു പീരിയോഡിക്കൽ ടെസ്റ്റ് നടത്തി, ഇനി അതല്ല നിങ്ങൾക്ക് പെട്ടെന്നൊരു എമർജൻസി പോകണമെങ്കിൽ അതിൻ്റെ തലേദിവസമെങ്കിലും വണ്ടി കൊണ്ടുവന്ന് ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ്. എന്തിനാ? അല്ലേ വഴി കിടക്കും. വഴി കിടക്കാതിരിക്കണമെങ്കിൽ എയർപോർട്ടിൽ പോകാമെന്ന് കരുതുക, പോകുന്ന വഴിക്കായിരിക്കും വണ്ടിക്ക് എന്തോ പ്രശ്നമുണ്ട്, നേരത്തെ തൊട്ട് നമ്മളത് മൈൻഡ് ചെയ്തൊന്നുമില്ല. ഇടയ്ക്ക് വെച്ച് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, സമയത്ത് എയർപോർട്ടിൽ ചെല്ലാൻ ഒക്കാതെ വന്നാലുള്ള ടെൻഷൻ എന്തുമാത്രമാണെന്ന് അറിയാമല്ലോ. ഇനി എവിടെയെങ്കിലും വണ്ടി കിട്ടുമോ, ഫ്ലൈറ്റ് മിസ്സാകുമോ, ഇതൊക്കെ കറക്റ്റ് ചെക്കപ്പ് നടത്തിച്ച് പോയാലോ. എല്ലാം ചെയ്താലും ആക്സിഡൻ്റൽ, സാന്ദർഭികമായ അല്ലെങ്കിൽ അബദ്ധവശാൽ സംഭവങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാൽ എൻ്റെ വണ്ടിയെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ബോധ്യമില്ലാതെ വണ്ടി എടുത്തുകൊണ്ട് പോയാലോ, ഞാൻ വഴി കിടക്കേണ്ടി വരും. ഇനി നമ്മൾ നമ്മുടെ ശരീരത്തെ ചെക്കപ്പ് ചെയ്യാറില്ലേ?
ഇടയ്ക്കൊക്കെ പോയി BP-യും ഷുഗറും കൊളസ്ട്രോളും ഹോൾ ബോഡി ചെക്കപ്പൊക്കെ നടത്താറില്ല. എന്തിനാ? ഇത് ചെയ്തില്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ലേ? എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? നമ്മൾ പറയത്തില്ലേ, ആരോട് ചോദിച്ചാൽ ചാകാനൊന്നും പേടിയില്ല, പക്ഷെ ചാകുന്നവരെങ്കിലും ആരോഗ്യത്തോടെ ജീവിക്കണ്ടേ? പേടിയുണ്ടോ എന്നുള്ളത് ആ വിഷയം വരുമ്പോൾ അറിയാം. അതുവരെ നമ്മൾ പറയും പേടിയൊന്നും കാരണം പ്രത്യേകിച്ച് അങ്ങനത്തെ ചാകത്തെ പോലെ അസുഖമൊന്നും വരാഞ്ഞോണ്ടാണ് പറയുന്നത്. ശ്വാസം വിട്ട് ഡോക്ടറും പറഞ്ഞു രക്ഷയില്ല, ഇനി ദൈവം വല്ലതും പ്രവർത്തിച്ചാളേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അറിയാം പേടിയുണ്ടോ ഇല്ലയോ എന്ന്. ഞാൻ പറഞ്ഞ മുന്നോട്ട് പൊക്കോട്ടെ. അങ്ങനെയെങ്കിൽ ഇതിനൊക്കെ നമ്മൾ ചെക്കപ്പ് നടത്തും. കാരണം ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എനിക്ക് വേണ്ടതിന് വേണ്ടിയൊക്കെ ഉള്ളത് ഞാൻ ചെയ്യും. ശാശ്വത മാർഗത്തിൽ അഥവാ ശാശ്വതമായിടത്തെത്താൻ തടസ്സമായി എന്നിൽ വ്യസനത്തിൻ്റെ വല്ലതുമുണ്ടോ എന്ന് ഇടയ്ക്കൊക്കെ ഒരു സ്പിരിച്വൽ ചെക്കപ്പ് നടത്തുന്നത് നല്ലതാണ്. മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. ഞാൻ ശാന്തമായിട്ടാണ് പറയുന്നത്. ഒരു വലിയ ഉണർവും ബഹളം ഒന്നും ഉണ്ടാകത്തില്ലെന്നും എനിക്കറിയാം. ഞാനത് ആഗ്രഹിക്കുന്നുമില്ല. ദൈവം തന്ന വചനം അതുപോലെ അങ്ങ് പറയുക. ബോഡി ചെക്കപ്പും വെഹിക്കിൾ ചെക്കപ്പും ഒക്കെ നടത്തുന്നവർ ദൈവമക്കളെ ചോദിച്ചോട്ടെ, ഒരു സ്പിരിച്വൽ ചെക്കപ്പ് ഒന്ന് നടത്തും. ശാശ്വതമായിടത്തെത്താൻ തടസ്സമുള്ള ആ വ്യസനിപ്പിക്കുന്ന വലുത് എന്നിലുണ്ടോ? നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ആ വാക്യം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണല്ലോ, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത വഴിയിൽ നിത്യതയിൽ എന്നെ എത്തിക്കാൻ തടസ്സമായി എന്നിൽ വ്യസനത്തിനുള്ളത് വല്ലതുമുണ്ടെങ്കിൽ കർത്താവെ ഒന്നെടുത്ത് മാറ്റാൻ, എന്നെ ചൂണ്ടിക്കാണിക്കാൻ, എനിക്ക് ബോധ്യപ്പെടുത്താൻ അവിടുന്ന് എന്നെ സഹായിക്കണമേ. ഇന്ന് പകൽ എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാകും? നമുക്ക് ദൈവത്തോട് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? ഞാൻ എൻ്റെ വാക്കിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു നിമിഷം കണ്ണുകളൊന്ന് അടയ്ക്കാമോ? കൃപ, ദൈവകൃപ, സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപിയായ ദൈവത്തിന് എന്തും കഴിയും. പക്ഷെങ്കിൽ തൻ്റെ സൃഷ്ടി, തൻ്റെ മക്കൾ, തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ ദൈവത്തിനെതിരെ നിൽക്കുന്നത് ദൈവത്തെ വ്യസനിപ്പിക്കും. കൃപ, ദൈവകൃപ. നമുക്ക് ഇന്ന് പകൽ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്ക നിമിത്തം ദൈവം വ്യസനിച്ചെങ്കിൽ, ശൗലിനെ രാജാവാക്കിയത് നിമിത്തം ദൈവം വ്യസനിച്ചെങ്കിൽ, കർത്താവേ എന്നെ സൃഷ്ടിച്ചു, അതിലുപരി എന്നെ മകനാക്കി, മകളാക്കി, എൻ്റെ ചില പ്രവൃത്തി നിമിത്തം അങ്ങ് വ്യസനിക്കാനിട വരരുത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ കഷ്ടതയിൽ എന്നെ സഹായിച്ചത് അങ്ങ്, എന്നെ വീണ്ടെടുത്തത് അവിടുന്ന്. അങ്ങയുടെ സ്നേഹമാ, അങ്ങയുടെ കനിവ, അങ്ങയുടെ കരുണയാ. ഞാനായിരുന്ന കുഴഞ്ഞ ചേറ്റിലേക്ക് ഇറങ്ങി വന്ന് എന്നെ താങ്ങിയെടുത്ത് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയത് അങ്ങയുടെ ദയയാണ്, അങ്ങയുടെ സ്നേഹമാ കർത്താവേ. എന്നാൽ കാലൂന്നി നിൽക്കാൻ കഴിഞ്ഞപ്പോൾ അങ്ങയെ വ്യസനിപ്പിക്കുന്ന അനുഭവം എൻ്റെ ജീവിതത്തിൽ കർത്താവേ ഉണ്ടാകാനിട വരരുത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവിടെ വായിച്ച ഭാഗം നമ്മൾ ശ്രദ്ധിച്ചല്ലോ. അവൻ തന്നെ അവർക്ക് ശത്രുവായി മാറി, അവൻ അവർക്കെതിരെ പൊരുതുവാൻ തുടങ്ങി. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യ ലേഖനത്തിൽ പ്രകാരം ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനായിട്ടല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എന്നെ വീണ്ടെടുക്കുന്നത്, എന്നെ നിത്യതയിൽ എത്തിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണെങ്കിൽ ആ ദൈവത്തെ വ്യസനിപ്പിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ വ്യസനിപ്പിക്കുന്നത് ഒന്നും കർത്താവേ എൻ്റെ ഈ ചെറിയ ആയുസ്സിൽ ഉണ്ടാകാൻ ഇട വരരുത്. ഇന്ന് പകൽ എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാകും? ഒരു നിമിഷം സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. വാ തുറന്നു തന്നെ ദൈവത്തോടങ്ങ് ചോദിച്ചോ, കർത്താവേ, വ്യസനത്തിനുള്ളത്, നിത്യതയിൽ പ്രവേശിക്കാൻ തടസ്സമായത്, ആ കർത്താവെ ആ ശാശ്വതമായ രാജ്യത്ത് പ്രവേശിക്കാൻ തടസ്സമായത് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ എനിക്കൊന്ന് വെളിപ്പെടുത്തി താ കർത്താവെ. ഈ ഭൂമിയിൽ അതുകൊണ്ട് എനിക്ക് പക്ഷേ ചില നേട്ടങ്ങൾ ഉണ്ടായിരിക്കാം, എനിക്ക് ചില പ്രയോജനം ഉണ്ടായിരിക്കാം, എനിക്ക് ചില സന്തോഷങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെങ്കിൽ കർത്താവെ എൻ്റെ നിത്യരാജ്യ പ്രവേശനത്തെ അത് തടയുമെങ്കിൽ അതിനെ നീക്കാൻ എന്നെ സഹായിക്കണമേ. സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. പ്രിയപ്പെട്ട ദിവസം പ്രാർത്ഥിച്ചാട്ടെ. ആരും മൗനമായിരിക്കാതെ
കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ട്. കർത്താവെ, വ്യസനത്തിനുള്ളതെന്തെങ്കിലും എന്നിലുണ്ടെങ്കിൽ അതെന്നിൽ നിന്നൊന്ന് എടുത്തു മാറ്റി കർത്താവെ, എന്നെ ആ ശാശ്വതമായ വീട്ടിലെത്തിക്കാൻ തടസ്സമായത് ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടവരരുത് കർത്താവെ. സമർപ്പിച്ച് നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം നമുക്കത് ബോധ്യമാക്കി തരും. 19-ാം സങ്കീർത്തനത്തിൽ ദാവീദ് തന്നെ പറയുന്ന മറ്റൊരു വാക്കുണ്ട്, സ്വമേധ പാപങ്ങളിൽ നിന്ന് എന്നെ മോചിക്കണമേ. വീണ്ടും പറയുന്നുണ്ട്, മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ. ചിലതൊക്കെ മറഞ്ഞിരിക്കുക, മറന്നുപോയതാ. മറ്റു പലതിൻ്റെ ആ തിരക്കിനിടയിൽ, ജീവിതത്തിൻ്റെ പ്രാരാബ്ധത്തിൻ്റെ നടുവിൽ മറ്റു പലതും ഉള്ളിൽ കയറിയത് നിമിത്തം ചിലതൊക്കെ മറഞ്ഞുപോയി. പക്ഷെങ്കിൽ ആ മറഞ്ഞത്, എനിക്കാ മറഞ്ഞത്, എൻ്റെ സഹോദരങ്ങൾക്കാ മറഞ്ഞത്, എൻ്റെ ശുശ്രൂഷകനാ മറഞ്ഞത്. എന്നാൽ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവത്തിന് മുമ്പിൽ ഇതൊന്നും മറഞ്ഞിട്ടില്ല. എൻ്റെ ദൈവത്തിന് ഇതെല്ലാം നന്നായിട്ട് അറിയാം. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എന്തെങ്കിലും മറഞ്ഞിരിക്കുന്നെങ്കിൽ അതോടൊന്ന് വെളിപ്പെടുത്തി തരണം. കാരണം എൻ്റെ നിത്യരാജ്യ പ്രവേശനത്തിന് അതൊരു തടസ്സമാകാതിരിക്കാൻ ആ മറഞ്ഞിരിക്കുന്നതിനെ ഒന്ന് വെളിപ്പെടുത്തി തരണമേ. ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നിത്യതയിൽ കർത്താവിനോടൊപ്പം എന്നും വാഴാനുള്ളവരാ നമ്മൾ. ഇന്ന് പകൽ നമുക്ക് ദൈവസന്നിധിയിൽ ആ സമർപ്പണത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ഭൂമിയിലെ ഞങ്ങളുടെ ജീവിതം ഹ്രസ്വമാണ്. എന്നാൽ നിത്യത മുഴുവൻ എണ്ണിത്തീർക്കാൻ കഴിയാത്തൊരു കാലഘട്ടം മുഴുവൻ അങ്ങയോടൊപ്പം പാർക്കേണ്ടവരാണ് ഞങ്ങൾ. അതിന് തടസ്സം ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഇന്ന് പകൽ ഈ വചനം കേട്ട പ്രിയപ്പെട്ടവർക്ക് ആർക്കും ആ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. നിത്യതയിൽ നമുക്ക് ഒരുമിച്ച് പ്രവേശിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ. നിത്യരാജ്യത്തിൽ കർത്താവിനോടൊപ്പം വസിക്കുവാൻ, സന്തോഷിപ്പാൻ വലിയവനായ കർത്താവ് നമുക്കിട വരുത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. കർത്താവ് നമ്മളെ ഇവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.